നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് മേലൂർ പഞ്ചായത്തിൽ 17-ാം വാർഡിൽ കാലടി ദേശത്ത് കരിപ്പേലി കരുണാകരൻ മകൻ ജോഷി KK. ഇദ്ദേഹം ഒരു ക്യാൻസർ രോഗിയാണ്. വായിലും തൊണ്ടയിലുമായിരുന്നു ക്യാൻസർ. ഇപ്പോൾ ഓപ്പറേഷന് ശേഷം റേഡിയേഷനും കീമോതെറാപ്പിയും ചെയ്തു പോരുന്നു. എൻ്റെ പേര് ജോഷി KK. കരുവാപ്പുള്ളിയിലാണ് താമസം. എനിക്ക് അധികം നേരം സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ചുമ വരും, കവ വരും. എനിക്ക് അറ്റാക്ക് വന്നു. 2022 അറ്റാക്ക് വന്നു. അതിന് തരണം ചെയ്ത് ജീവിച്ചുകൊണ്ട് പോകുന്നു. ഒരുവിധം ഇതില്ലേ ഞങ്ങളിങ്ങനെ അയൺ ബോക്സൊക്കെ എടുത്ത് തേച്ചൊക്കെ തുടങ്ങി. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഫല്ലിനൊരു വേദന എന്ന് തോന്നി. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്കുള്ള ക്ലിനിക്കിൽ ചെന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു പല്ല് കേടുണ്ട്, ചേട്ടൻ വേറെ മരുന്നുകൾ കഴിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ലിസിയിൽ അറ്റാക്കിനുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ചേട്ടൻ എന്നാൽ ലിസി തന്നെ പോയി അറ്റാക്കിനുള്ള ഈ പല്ല് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും വൈഫും കൂടി അപ്പോൾ തന്നെ പോയി. 3 മണിയാകുമ്പോൾ അവിടെ എത്തി. അതിന് ഡോക്ടറെ കണ്ടു. ഡോക്ടർ അപ്പോൾ വേറൊന്നും ചോദിച്ചില്ല എന്നോട്. ഒരു അസിസ്റ്റൻറ്റ് ഡോക്ടറുണ്ടായി, ഒരു ലേഡി. ഞാൻ പറഞ്ഞു എനിക്കൊരു പല്ല് വേദന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും അറ്റത്തുള്ള പല്ലാണ്. അങ്ങനെ അവർ ആ പല്ല് എനിക്ക് പറിച്ചു തന്നു. കുറേ മരുന്നൊക്കെ വെച്ച് തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോന്നു. വീട്ടിലെത്തി 2 ദിവസം വേദനയ്ക്കുള്ള ഗുളിക മേടിച്ച് കഴിച്ചു. ഞാൻ വീട്ടിലെത്തി ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. ഭവന നിർമ്മാണത്തിൽ തുടങ്ങി ഇപ്പോൾ ചികിത്സയ്ക്ക് കൂടി വേണ്ടി വന്ന ലക്ഷങ്ങളുടെ കടവും ഇനി മുന്നോട്ടുള്ള തുടർ ചികിത്സയ്ക്ക് വേണ്ടുന്ന പണത്തിൻ്റെ ആവശ്യവും എല്ലാം കൂടി ഇവരെ വീർപ്പ് മുട്ടിക്കുകയാണ്. ഈ ആവശ്യവുമായി ഇവർ ഇന്ന് സുമനസ്സുകളുടെ മുൻപാകെ നിൽക്കുകയാണ്. മനസ്സിൽ സ്നേഹവും കരുണയും സാഹോദര്യവും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്ന നല്ലവരായ പ്രേക്ഷകരുടെ മുമ്പിൽ. എൻ്റെ പേര് മീന ജോഷി. ഇതെൻ്റെ ഭർത്താവ് ജോഷി KK. മേലൂരാണ് വീട്, 17-ാം വാർഡ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 25 വർഷമായി. എനിക്കൊരു മോനുണ്ട്, അർജുൻ K ജോഷി. അവൻ BA പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒത്തിരി പ്രശ്നങ്ങളൊക്കെ കാരണം ഇപ്പോൾ ഒരു ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട്. പഠിക്കാനൊക്കെ വലിയ ആഗ്രഹമുള്ള കുട്ടിയായിരുന്നു, പക്ഷെ അതിനൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ മുന്നേ ജോയിൻ്റ് ഫാമിലിയിലായിരുന്നു. ഞങ്ങളിവിടെ താമസം തുടങ്ങിയിട്ട് ഒരു 8 വർഷമായി. ഇവിടെ വന്നതിന് ശേഷം ആൾക്ക് അതിന് മുന്നേ എൻ്റെ മോന് 1 വയസ്സുള്ളപ്പോഴാണ് ആൾക്ക് ഡ്രൈ ക്ലീനിങ് കമ്പനിയിൽ ജോലി കിട്ടിയത്. അയേണിങ് ഡ്രൈ ക്ലീനിങ് കമ്പനിയൊക്കെ ആയിട്ട് അങ്ങനെ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയുടെ മരണശേഷം ഞങ്ങൾ എല്ലാവരും സെപ്പറേറ്റ് ആയി. എന്നിട്ട് ഞങ്ങൾ അവിടെ ഒരു ചെറിയൊരു വീട് പണിതു. എല്ലാവർക്കും 3.25 സെൻറ്റ് വെച്ചിട്ടായിരുന്നു. അതിൽ ഞങ്ങളൊരു ചെറിയൊരു വീട് പണിതു. അങ്ങനെ എനിക്കന്ന് ഒരു ജോലി ഉണ്ടായിരുന്നു, ഐവിഷൻ ഹോസ്പിറ്റലിൽ ജോലി ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് തരക്കേടില്ലാത്ത ലൈഫായിരുന്നു, നല്ല അടിപൊളി ലൈഫൊക്കെ ആയിരുന്നു, കുഴപ്പമില്ല. എൻ്റെ മോൻ നല്ലോണം പഠിക്കായിരുന്നു. അങ്ങനെ ലൈഫ് മുന്നോട്ട് പോകുമ്പോഴാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം ആൾക്ക് ഒരു നെഞ്ചുവേദന വന്നു. വസ്ത്രങ്ങളുടെ വാഷിങ്ങും ഇസ്തിരിയുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ. തൻ്റെ തൊഴിലിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് സന്തോഷമായി കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിയിരുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഭാര്യയും മകനും അടങ്ങുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബം. ഞാനൊരു ദിവസം ഇവിടെ അയൺ ചെയ്തുകൊണ്ട് പോകാൻ ഈ സാധനത്തിന് വായുന്ന് ചോര വരുന്നത് പോലും എനിക്ക്. അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ ചേട്ടൻ്റെ ഇവിടെ ആണെങ്കിൽ വൈഫുണ്ടായില്ല. ഞാൻ ഒറ്റപ്പെട്ടു പോയി, തല ഇറങ്ങണ പോലെ.
അപ്പോൾ ഞാൻ ഓള് കിടന്ന് ഉറക്കെ വിളിച്ചു. തൊട്ടപ്പുറത്ത് എൻ്റെ തറവാടുന്നുണ്ട്. അവിടെ അവൻ ജോലിക്ക് പോകാറുള്ള ആൾ. അന്നവൻ പോയില്ല. അങ്ങനെ അവനെ വിളിച്ചു. അവൻ ഓടി വന്നു, എന്താ കൊച്ചാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ വായന്ന് ചോരണ്ട്, തല ഇറങ്ങുന്നു തോന്നുന്നു. അങ്ങനെ അവൻ വേഗം ഈ ക്ലിനിക്കിൽ പോയി എന്നെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അവർ ഒരു ഗുളിക പൊടിച്ച് പഞ്ഞിയിൽ വെച്ച് തന്നു. ഇത് കടിച്ചു പിടിച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2-3 ദിവസം അങ്ങനെ ചെയ്തു. അപ്പോൾ എനിക്കൊരു കുറവുണ്ടായി. ഞാൻ പിന്നെ അത് ഇവിടെ കൂട്ടാക്കാൻ പോയില്ല. അപ്പോൾ ഞാനും വിചാരിച്ചു, പല്ലല്ലോ, ഒരു പല്ലിന് ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്ക് പിന്നെയും ഈ വേദനകൾ കൂടി വരാം, ആൾക്കാരായിട്ട് സംസാരിക്കുക, ചോര ചാടാം. അങ്ങനെ ഞാൻ തിരിച്ചു ഈ ഡെൻ്റൽ ക്ലിനിക്കിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ ഇത് ഒത്തിരി പ്രശ്നമുള്ളതാണ്, ചേട്ടാ എറണാകുളത്ത് തന്നെ പൊക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കിരൺ ഡോക്ടർ രാജീവ് എന്ന ഡോക്ടർക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ പോയി. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, നമുക്കൊരു ബയോസിക്കിന് വിടണമെന്ന് പറഞ്ഞു. ഒരു നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഹോസ്പിറ്റലിൽ പോയത്. ഹോസ്പിറ്റലിലെ പരിശോധനയിൽ ഷുഗർ, കൊളസ്ട്രോൾ, ലങ്സിൽ വെള്ളം കെട്ടൽ എന്നീ രോഗങ്ങളുണ്ടെന്ന് കണ്ടെത്തി. അതിൻ്റെ ചികിത്സ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഹൃദയാഘാതമുണ്ടാവുകയും അതിനെ തുടർന്ന് നടത്തിയ ഓപ്പറേഷനിലൂടെ അറ്റാക്കിന് കാരണമായ 3 ബ്ലോക്കുകളിൽ ഒരെണ്ണം നീക്കം ചെയ്യുകയും മറ്റു 2 ബ്ലോക്കുകൾ മാറ്റുവാനുള്ള ചികിത്സ തുടരുകയും ചെയ്തു. അതിനായി ഒരു മാസം 12,000 രൂപയോളം ചിലവ് വരുമായിരുന്നു. ഈ സമയങ്ങളിൽ വീടിനായി എടുത്ത ലോണിൻ്റെ പലിശ അടച്ചുകൊണ്ടിരുന്നത് പോലും മുടങ്ങി. ഒരു 3 വർഷം മുന്നേ നെഞ്ചുവേദന വന്നു. നെഞ്ചുവേദന വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഗ്യാസിൻ്റെ അസുഖമായിരിക്കും വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഗ്യാസിൻ്റെ ഗുളികയൊക്കെ കഴിച്ചു. അതാന്ന് വിചാരിച്ചു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അത് അറ്റാക്കിൻ്റെ ലക്ഷണമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു സൺഡേ ആൾ ഇവിടെ വീട്ടിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. പരമാവധി ആൾ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിൽ ഒതുക്കുള്ളൂ. കാരണം ആളുടെ ഒരു വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. അപ്പം അതുകൊണ്ട് ആൾ പരമാവധി എല്ലാം ഞങ്ങളോട് പറയില്ല, കുഴപ്പമില്ല എന്ന് പറയുള്ളൂ. പക്ഷേ ഇതെന്തോ ആൾക്ക് പറ്റാണ്ടായപ്പോൾ അന്ന് സൺഡേ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ മോനുണ്ടായിരുന്നു. മോനും ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് വേഗം ECG എടുക്കാൻ പോയി. ഒരു ഡോക്ടറെ കാണാൻ പോയി ആദ്യം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ECG എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ECG എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ അവർ എനിക്കറിയാവുന്ന എൻ്റെ കൂട്ടുകാരികളായിരുന്നു. അവർ ഞാൻ പേടിക്കണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞു വേഗം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പൊക്കോ, അവിടെ നല്ല ഡോക്ടർമാരുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾക്ക് ശ്വാസം മുട്ട് കൂടി. അത് കഴിഞ്ഞ് പിന്നെ സെൻറ്റ് ജെയിംസിലേക്ക് വിടാൻ പറഞ്ഞു. അങ്ങനെ സെൻറ്റ് ജെയിംസിൽ പോയി അവർ ഓക്സിജനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത്. പിന്നെ അവർ പറഞ്ഞ അറ്റാക്കിൻ്റെ ലക്ഷണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ LC ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്ത് അന്ന് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ വീട് പണി കഴിഞ്ഞതിൻ്റെ ഇത്തിരി ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ചെറിയ ജോലിക്ക് പോയിരുന്നു. അതിൻ്റെ ഒരു ജോലിയുടെ ഉറപ്പിലാണ് ഞങ്ങൾ ലോണൊക്കെ എടുത്തിട്ട് വീട് പണി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ വീട് പണി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായില്ല, ഒരു 4 ലക്ഷം എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുള്ളത് ഒപ്പിച്ച് ഞങ്ങൾ വേഗം കയറി. ഞങ്ങൾ അതിന് മുന്നേ വാടകയ്ക്കായിരുന്നു. അങ്ങനെ കയറി താമസിച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് അറ്റാക്ക് വന്നതിന് ശേഷം ഞങ്ങൾക്ക് പിന്നെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാണ്ടായി. പിന്നെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ആൾക്കിടയ്ക്ക് തലകറക്കൊക്കെ വന്നുകൊണ്ട് ഞാൻ ആ ജോലി ഉപേക്ഷിച്ചു. പിന്നെ ഞങ്ങളുടെ ലോൺ അടയ്ക്കാനുള്ള വരുമാനമൊക്കെ നിന്നു. പിന്നെ ആൾക്കും ജോലി ചെയ്യാൻ പറ്റാണ്ടായി. ആൾക്ക് 10 കിലോൻ്റെ അയൺ ബോക്സ് ആയിരുന്നു. അപ്പോൾ അത് പിന്നെ അത് കൂടാണ്ട് കമ്പനി നിർത്തിയായിരുന്നു. അത് നഷ്ടത്തിലായതുകൊണ്ട് കമ്പനി നിർത്തിയ ആൾ തന്നെ വീട്ടിൽ തന്നെ അയൺ ബോക്സ് ഒക്കെ ഇട്ട് തേച്ചു. പിന്നെ വാഷിംഗ് കൊണ്ടുവന്നത് ഞാൻ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ആൾ പറഞ്ഞു അന്ന് നമുക്ക് ഇവിടെ എന്നെ സഹായിച്ചാൽ മതി, ജോലിക്ക് ഇനി പോകണ്ട. കാരണം ആൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടി. മോനന്ന് BAക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇനി ജോഷേനെ സഹായിച്ചിട്ട് നിന്നോളാം പറഞ്ഞിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്തു. വാഷിംഗ് ഒക്കെ കിട്ടുന്നതൊക്കെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഒരുവിധം കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള എമൗണ്ടൊക്കെ കിട്ടിയിരുന്നു. മരുന്നിനുള്ള പണം കണ്ടെത്തുവാൻ പറ്റാതെ വന്നപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന മകൻ തൻ്റെ പഠനം നിർത്തി ഒരു ചെറിയ ജോലിക്ക് കയറി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പല്ലിനും മോണയ്ക്കും നീര് വന്ന് വലിയ വേദന അനുഭവപ്പെട്ടു. തുടർന്ന് ദന്ത ഡോക്ടറെ കാണിച്ചു. പല്ലെടുത്താൽ വേദന മാറും എന്ന് ഇവർ കരുതി. എന്നാൽ
ഡോക്ടർ പല്ലെടുക്കുവാൻ തയ്യാറായില്ല. പകരം വേറെ ഡോക്ടറെ കാണുവാൻ പറഞ്ഞു. തുടർന്ന് ഇവർ മുൻപ് ഹാർട്ട് അറ്റാക്കിന് ചികിത്സിച്ച ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ദന്ത ഡോക്ടറെ കാണിച്ചു. അവിടെ വച്ച് ബയോപ്സി ചെയ്തതിൽ നിന്നും പിന്നീട് അവർ യാഥാർത്ഥ്യം തിരിച്ചറിയുകയായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിലേക്ക് ടോർച്ചടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ അത് എന്നെ പഴുത്തതായിട്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പോയി. ഇപ്പോൾ കിരൺ എന്ന് പറഞ്ഞ ഡോക്ടറാണ്. ആ ഡോക്ടർ പറഞ്ഞു, ലിസി ഹോസ്പിറ്റലിൽ എനിക്കറിയാവുന്ന രാജീവ് ഡോക്ടർ ഉണ്ട്, ആളെ പോയി കാണാൻ ഞാൻ ഇപ്പോൾ തന്നെ വിളിച്ച് പറയാം, നിങ്ങൾ വൈകണ്ട, ഇപ്പോൾ തന്നെ പൊക്കോന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇവിടെ വന്ന് ഫയലൊക്കെ എടുത്ത് ഞങ്ങൾ അപ്പം തന്നെ ബസ്സിന് പോയി. അവിടെ എത്തിയപ്പോൾ ഒരു നേരമായി 3 മണിയായി. എന്നിട്ട് പിന്നെ ഡോക്ടറെ കണ്ടു. അപ്പം ഇവിടുത്തെ ഡോക്ടർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പേഷ്യൻറ്റ് ഞാൻ വരുന്നുണ്ട്, പോവരുതെന്ന് പറഞ്ഞാൽ ഡോക്ടർ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ബയോപ്സി എടുത്ത് നോക്കാമെന്ന് പറഞ്ഞാൽ ഡോക്ടർ ബയോപ്സി എടുത്ത് അതിനുള്ള ഇതെടുത്തു, വായേന്ന് ബയോപ്സിക്കുള്ളത് എടുത്തു. അതുകൊണ്ട് 10 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ ഞങ്ങൾക്ക് അപ്പോഴും പ്രതീക്ഷയില്ല, ഇത് ഇങ്ങനെ ഒരു ക്യാൻസർ എന്നുള്ളൊരു ഇത് ഞങ്ങൾക്ക് അങ്ങനെ ഒട്ടും ഇതില്ല. കാരണം ഒരു ട്രാജഡി കഴിഞ്ഞുള്ളൂ, അതിനിടയിൽ ഇങ്ങനെ ഒരു വരുന്നുള്ളൊരു പ്രതീക്ഷയില്ല. എന്നിട്ട് ഞങ്ങൾ 10 ദിവസം കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അപ്പോഴും ഡോക്ടർ പറഞ്ഞില്ല, പോസിറ്റീവാന്ന് പറഞ്ഞില്ല. ഒരു കാര്യം ചെയ്യ്, തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ സന്ദീപ് ഡോക്ടർ ഉണ്ട്, ആ ഡോക്ടറെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തെ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ക്യാൻസർ വിഭാഗം എഴുതി. അപ്പോൾ എഴുതി വെച്ചേക്കണേ. അപ്പോൾ ആള് പറഞ്ഞു, എനിക്ക് ക്യാൻസറാണ് മീനെ, നമ്മൾ പെട്ടുപോയല്ലോ എന്ന് പറഞ്ഞു. ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, രാജു ഡോക്ടർ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല സാറേ, ഒന്നും പറഞ്ഞില്ല. ജോഷിക്ക് വല്ലതും അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല സാറേ. 2 ടെസ്റ്റ് ചെയ്ത് സ്കാൻ എടുക്കാൻ പറഞ്ഞ് ഞാൻ അവിടെ വന്നു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു, ഒരു ഡോക്ടർ വേറെ കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ വന്നാന്ന് സാറുള്ള കാര്യം പറഞ്ഞോ, ഇനി എനിക്ക് വിട്ടുപോയില്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ ഇതെല്ലാ കാര്യങ്ങളും എനിക്ക് CD ഉണ്ടായിരുന്നു, ആ CD ഇട്ടിട്ട് കാണിച്ചു തന്നു. ഇതുപോലെ ഇവിടെ വരെ ഈ കഴുത്തിൻ്റെ അവിടെ വരെ ഇത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, പല്ല് മൊത്തം മാറ്റണം, താടിയെല്ല് മാറ്റണം, കവിള് മൊത്തം പഴുത്ത് കിടന്നു പോകണം. അപ്പോൾ ഞാൻ നമുക്കിവിടെ ചെയ്യാൻ പറ്റും, ഇവിടെ ചെയ്യാം, ഇത് മേജർ ഓപ്പറേഷനാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ നമുക്ക് എന്ത് ചിലവ് പോലും ഡോക്ടറെ എന്ന് വെച്ചാൽ ആദ്യത്തെ കളങ്ങളൊന്നും വീട് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ താഴെ പറഞ്ഞു വരുന്നു. ഒരു ഡോക്ടർ പറഞ്ഞു, ഏപ്രിൽ 4-ാം തീയതി ഇവിടെ അഡ്മിറ്റ് ആവണം, ഏപ്രിൽ 6-ാം തീയതി ഓപ്പറേഷൻ എന്നാണ്. വായിൽ ക്യാൻസറാണെന്നുള്ള ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം അവരുടെ മനസ്സും ശരീരവും തളർന്നുപോയി. ഒരു ദുരന്തത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടു വന്നത് മറ്റൊരു ദുരന്തത്തിൻ്റെ മുമ്പിലേക്കാണെന്ന് അറിയുമ്പോൾ ആരാണ് തളരാത്തത്? പിടിച്ചുനിൽപ്പിൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾക്ക് പ്രസക്തിയില്ലാതെ വരുന്ന ചില സന്ദർഭങ്ങൾ. ഏപ്രിൽ 6-ാം തീയതി ഓപ്പറേഷൻ, 2-3 ലക്ഷം രൂപ വേണ്ടി വരുന്നതാണ് അവർ അന്ന് പറഞ്ഞത്. അതനുസരിച്ച് ഞങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഫലങ്ങൾ ഞാനിവിടെ നിന്ന് വിളിക്കും, എന്ത് ചെയ്യും ഞാൻ എന്നെ പോലെ. അങ്ങനെ ആ ഫലങ്ങൾ എനിക്ക് ഇത്തിരി പൈസ, ഒരു 1-1.5 ലക്ഷം രൂപ ഫലങ്ങൾ തന്നു. പിന്നെ എൻ്റെ ഏണിന്ന് പറഞ്ഞ സുഹൃത്തുക്കൾ, നല്ലവരായ സുഹൃത്തുക്കൾ എനിക്ക് ഇത്തിരി പൈസ തന്നു, സഹായിച്ചു. പിന്നെ 10 രൂപ, 10,000 രൂപയായിട്ടും 5,000 രൂപയായിട്ടും 2,000 രൂപയായിട്ടും അങ്ങനെ സഹകരിച്ച് എനിക്ക് 3-4 ലക്ഷം രൂപ കയ്യിലായി. അപ്പോൾ മെമ്പർ പറഞ്ഞു, വിഷമിക്കാണ്ടിരിക്കുക, ഞങ്ങളിവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ ആൾക്കാരോട് പറഞ്ഞ് പിരിവൊക്കെ നടത്താം, നിങ്ങളെന്തായാലും ഓപ്പറേഷൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവിടെ ചെന്ന് ഞാൻ സംസാരിച്ചു PROയുടെ അടുത്ത്.
അപ്പോൾ PRO പറഞ്ഞു അന്ന് നിങ്ങളുള്ളത് അടക്കിയത് പറഞ്ഞിട്ട് അവർ ഒരു പേപ്പറിൽ എഴുതി മേടിച്ചു. അങ്ങനെ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞു. രാവിലെ 7:30 ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി 11:30 വരെ ഓപ്പറേഷൻ നീണ്ടു നിന്നു. കാരണം അറ്റാക്കിൻ്റെ ചികിത്സ അതിലായതുകൊണ്ട് അതും ഒരു കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ ആൾക്ക് ശ്വാസത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 5 ഡോക്ടേഴ്സ് കൂടിയിട്ടാണ് മേജർ സർജറി ചെയ്തത്. ഞാൻ കയറി കണ്ടത് രാത്രി 12:30 ഞാൻ ആളെ കയറി കാണുന്നത്. അപ്പോൾ ആള് വെന്റിലേറ്ററിലായിരുന്നു, ബോധമില്ലാണ്ട് കിടക്കായിരുന്നു. പിന്നെ കാലുമേത്ത് എല്ലെടുത്തിട്ടാണ് വായയിൽ വെച്ചേക്കണത്. അങ്ങനെ 3 സർജറി ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ ആള് 3 ദിവസം കഴിഞ്ഞിട്ട് ബോധം തെളിയാണ്ടായപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇത്തിരി റിസ്ക് ആണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഞാൻ ആകെ അവിടെ കിടന്ന് കരച്ചിലും മേഖലയായി. അത് കഴിഞ്ഞിട്ട് എൻ്റെ നാത്തുൻ ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നു. ആ ചേച്ചിയുടെ വീട് എറണാകുളത്താണ്. ആ ചേച്ചി എൻ്റെ അടുത്ത് വന്ന് ആശ്വസിപ്പിച്ചു. അങ്ങനെ ആ ചേച്ചി പറഞ്ഞു വിഷമിക്കാണ്ടിരിക്കും, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും മെമ്പർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാശ് കുറേശ്ശായിട്ട് പിരിച്ച് എനിക്ക് ഇടയ്ക്ക് തരായിരുന്നു. പിന്നെ നാത്തുൻ ചേച്ചി ആ ചേച്ചിയുടെ ഗോൾഡ് വെച്ചിട്ട് എനിക്ക് ഒരു സ്വർണ്ണം തന്നു. PS സാബു 17 വാർഡ് മെമ്പറാണ്. നമ്മുടെ വാർഡിൽപ്പെട്ട KK ജോഷി കരിപ്പേലി വീട് എന്ന വ്യക്തിക്ക് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ തൊണ്ടയിൽ ക്യാൻസറിന് രോഗം പിടിപെട്ട് ലിസി ഹോസ്പിറ്റൽ ചികിത്സയിലാണ്. ആ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്നുണ്ട്. ചില ചെറിയ വ്യക്തികളൊക്കെ പല വ്യക്തികളും സഹായിച്ചുവെങ്കിലും അതുകൊണ്ടൊന്നും തീരാവുന്ന സ്ഥിതിയിലേക്കല്ല ചികിത്സയുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട അംഗമാണ് ജോഷി. അദ്ദേഹം ജീവിതം കഴിച്ചു പോന്നിരുന്നത് വസ്ത്രങ്ങൾ തേച്ചു കൊടുത്ത് ആണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. കുട്ടികൾക്കും വൈഫിനൊന്നും ജോലിയൊന്നും ആയിട്ടില്ല. വളരെ ബുദ്ധിമുട്ടി മുന്നോട്ട് പോകുന്ന അവർക്ക് ചികിത്സയ്ക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. വേണ്ട സഹായങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് താല്പര്യപ്പെടുകയാണ്. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകരും എന്നെ അളവി സഹായിക്കണം. നിങ്ങളെല്ലാവർക്കും സഹായിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഗുഡ്നസ് ടിവിയിലേക്ക് അപേക്ഷ കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ സഹായം എനിക്ക് വേണം. എനിക്കിനി ആകെ ഒരു പ്രതീക്ഷയുള്ളത് ഗുഡ്നസ് ടിവിയാണ്. അപ്പോൾ ഗുഡ്നസ് ടിവിയിലെ എല്ലാ പ്രേക്ഷകരും എന്നെ കൈവിടരുത്. എൻ്റെ ഒരു പ്രതീക്ഷ ഗുഡ്നസ് ടിവിയാണ്. എൻ്റെ വീട് ജപ്തിയായി, പിന്നെ ബാധ്യതകൾ കൂടി വരണം. അപ്പോൾ എന്നെ സഹായിക്കണം, ദയവായി എന്നെ സഹായിക്കണം. എല്ലാ പ്രേക്ഷകർക്കും എന്നോട് സഹായിക്കും. പ്രത്യാശയുടെ വെളിച്ചം കയ്യകലത്തെവിടെയോ ഉണ്ടെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആ വെളിച്ചമാകുവാൻ കനിവുള്ള മനസ്സുകളെ കാത്തിരിക്കുന്ന ഇവരുടെ ജീവിതത്തിൽ വെളിച്ചത്തിൻ്റെ സാന്നിധ്യമാകുവാൻ നമുക്കാവട്ടെ. ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ ഇവരിൽ നിന്നും അകന്നു പോകട്ടെ. ഒരു നല്ല നാളെയുടെ ഉണർത്തുപാട്ടുമായി ദൈവത്തിൻ്റെ കാരുണ്യകിരണങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉദിച്ചുയരട്ടെ. ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്താണ് ഞാൻ ഗുഡ്നസ് ടിവിനെ കുറിച്ച് എനിക്ക് മുന്നറിയായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എല്ലാ സംഭവങ്ങളും കാണിച്ച്, എല്ലാം സാമ്പത്തിക ഇടപാടുകളെല്ലാം കാണിച്ച്, ഞങ്ങൾക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് കാണിച്ചിട്ട് ഞാനൊരു അപേക്ഷ ഗുഡ്നസ് ടിവിക്ക് വെച്ചു. ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്, ഒരുപാട് പേരെ ഇങ്ങനെ സഹായിച്ചിട്ടുണ്ടെന്ന് കേട്ടു. എൻ്റെ ഒരു ഫ്രണ്ട് പോട്ടയല്ല, ഇവിടെ കൊരട്ടിയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതേപോലെ നല്ല ഹെൽപ്പിംഗ് ഉണ്ടായിട്ടുണ്ട്, ഹസ്ബൻഡിന് വയ്യാണ്ടായിട്ട്. അങ്ങനെ ഞാൻ ചെന്ന് അപേക്ഷ വെച്ചു. കഴിഞ്ഞപ്പോൾ അവരത് കൺസിഡർ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ ഗുഡ്നസ് ടിവിയിലേക്ക് വന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളെല്ലാം ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ്. നല്ലൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഇനി വേറൊരു വഴിയില്ല ഞങ്ങൾക്ക് വഴിമുട്ടിപ്പോയി. ഇനി ഈ ഗുഡ്നസ് ടിവിയിലൂടെ വേണം ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ എല്ലാ ബാധ്യതകളും, എല്ലാം പൈസയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും, ഇനി ഹസ്ബൻഡിനെ തുടർന്ന് ഒരുപാട് ചികിത്സയുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് പൈസ ആവശ്യമുണ്ട്. എൻ്റെ ഹസ്ബൻഡിനെ പഴയ നിലയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾ സഹായിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ
0480 2700 893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടി വിയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ രാധാകൃഷ്ണൻ എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുന്നത്. എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നത് രാധാകൃഷ്ണൻ്റെ അളിയൻ അനൂപ് കുമാറാണ്. രാധാകൃഷ്ണൻ 50 വയസ്സ് പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ലിവർ സിറോസിസ് ആണ്. ലിവർ സിറോസിസിൻ്റെ ഇനിയുള്ള ചികിത്സ എന്ന് പറയുന്നത് ലിവർ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തെ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സിച്ചു. കിങ്സ് ആശുപത്രി തിരുവനന്തപുരത്ത് ചികിത്സിച്ചു. ഇപ്പോഴും അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സയിലാണ്. അദ്ദേഹത്തിൻ്റെ ജോലി, അദ്ദേഹം ടയർ കച്ചവടമൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞാണുള്ളത്, പഠിച്ചുകൊണ്ടിരിക്കുന്നു, 7ാം ക്ലാസ്സിൽ. ഭാര്യ ഒരു ജൗളിക്കടയിൽ സഹായിക്കുന്ന ജോലിയാണ്. മറ്റു വരുമാന മാർഗങ്ങൾ ഒന്നും അവർക്കില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ രാധാകൃഷ്ണനെ മനസ്സിലാക്കുവാനും അദ്ദേഹത്തെ ഗുഡ്നസ് ടി വിയിലൂടെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുവാനുമായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത്. അങ്ങനെ അവതരിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഗുഡ്നസ് ടി വിയുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ ഔദാര്യപൂർവ്വം സഹായിച്ചു. അതിൻ്റെ ഫലമായിട്ട് 1,75,000 രൂപ സമാഹരിക്കുന്നതിനും ഇപ്പോൾ രാധാകൃഷ്ണന് കൈമാറുന്നതിനും സാധിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ രാധാകൃഷ്ണന് ഗുഡ്നസ് ടി വിയിലൂടെ ലഭിച്ച ഈ തുക ഞാനിപ്പോൾ കൈമാറുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയും ദൈവസമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ രാധാകൃഷ്ണൻ്റെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വന്നു. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കുന്നതിനും കൊടുക്കുന്നതിനും ഗുഡ്നസ് ടി വിക്ക് ഇപ്പോൾ സാധിച്ചത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, നിങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ ഗുഡ്നസ് ടി വിക്ക് വേണ്ടി പണം കണ്ടെത്തുന്നതിനായിട്ട് നിങ്ങൾക്ക് സാധിച്ചത്. നമ്മളെല്ലാവരും സാമ്പത്തിക ഞെരുക്കത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകളാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നു. അങ്ങനെ സഹായിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ പല ആവശ്യങ്ങളും അത്യാവശ്യങ്ങൾ പോലും നിങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നതിനായിട്ട് തയ്യാറായി. നിങ്ങളെ എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ മുന്നോട്ട് വരുന്നതിനും സഹായിക്കുന്നതിനുമുള്ള എല്ലാ അവസരവും സാഹചര്യവും ദൈവം നിങ്ങൾക്ക് ഒരുക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആയുസ്സും ആരോഗ്യവും നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രവർത്തനങ്ങളിലെല്ലാം വിജയം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ ഒരു അമ്മച്ചി പണം അയച്ചു തന്നപ്പോൾ എന്നോട് പറയുകയുണ്ടായി, അച്ഛാ, ഞാനിത് തരാനായിട്ട് ബാധ്യസ്ഥയാണ്, എന്താണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു അസുഖം വന്നിരുന്നു എങ്കിൽ എന്തുമാത്രം പണം എനിക്ക് ചിലവഴിക്കേണ്ടി വരുമായിരുന്നു. എനിക്ക് അസുഖം വന്നില്ല, അതുകൊണ്ട് എനിക്ക് ആ പണം ചിലവായില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകളെ സഹായിക്കാനായിട്ട് ഞാൻ ബാധ്യസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാൻ തരുന്നത് എന്ന് അമ്മച്ചേനോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് പല സംരക്ഷണങ്ങളും ഒരുക്കി തരുന്നുണ്ട്. അങ്ങനെയൊക്കെ സംരക്ഷണങ്ങൾ നമുക്ക് ഒരുക്കി തരുമ്പോൾ അത് മറ്റുള്ളവരെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു അവസരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കട്ടെ. ഇനിയും ഈ രാധാകൃഷ്ണനെ നമുക്ക് ഓർക്കാം. പ്രാർത്ഥനയിലൂടെ അദ്ദേഹത്തെ വീണ്ടും നമുക്ക് സഹായിക്കാം. അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ വിജയപ്രദമായിട്ട് നടക്കുന്നതിനും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വരുന്നതിനും വീണ്ടും ജോലി ചെയ്ത് ജീവിക്കുന്നതിനുമുള്ള എല്ലാ അനുഗ്രഹവും ദൈവം അദ്ദേഹത്തിന് കൊടുക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ദൈവസമക്ഷം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെ ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. എൻ്റെ പേര് അനുകുമാർ. ഞാൻ പാലക്കാട് നിന്നാണ്. എൻ്റെ അനിയത്തിയുടെ ഭർത്താവാണ് രാധാകൃഷ്ണൻ PR. ആളുടെ ലിവർ സിറോസിസിന് വേണ്ടിയിട്ടായിരുന്നു ഗുഡ്നസ് ടി വി പ്രേക്ഷകരോട്
നമ്മളിത് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കൈ കഴിഞ്ഞിട്ട് സഹായിച്ചിട്ടുണ്ട്. അത് വളരെ നന്ദി അറിയിക്കും. രാധാകൃഷ്ണന് വേണ്ടിയിട്ടും അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും വളരെ അധികം സന്തോഷത്തോടു കൂടിയിട്ട് നന്ദി അറിയിക്കുകയാണ്. ഇനി എല്ലാവരും പ്രാർത്ഥിക്കണം.